ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മത്തിമുളകിട്ടതാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയ മത്തിമുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു മൺചട്ടി അടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 6-7 വെളുത്തുള്ളി ചതച്ചതും 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എപ്പോഴും നമ്മൾ മീൻകറി വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കറി വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. ഏകദേശം ഒരു 15ഓളം ചെറിയുള്ളി ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. കൂടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. അപ്പോഴാണ് മീൻകറിക്ക് നല്ലൊരു കൊഴുപ്പ് ഉണ്ടാകുന്നത്. ഉള്ളിക്ക് പകരം സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള എടുത്താൽ മതി കേട്ടോ. പക്ഷേ മീൻകറിക്ക് എപ്പോഴും ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തീ ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ. എരിവുള്ള മുളക് പൊടി മാത്രമാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു 3 ചെറിയ കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് വേണം കുടംപുളി ചേർക്കാൻ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുടംപുളിയും കൂടി ചേർത്ത് 1-2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പോരാത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചാറ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വരഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. പിന്നീട് തവി കൊണ്ട് ഇളക്കാൻ നിൽക്കരുത്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 7-8 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ചാറൊന്നും കൂടി കുറുകി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാള മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മീൻകറിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.